വൗ, ഇതൊരു അടിപൊളി ടെക്നോളജിയാണ്. ആധുനിക യുദ്ധങ്ങളിലും അല്ലെ ഭാവിയിൽ വരാൻ പോകുന്ന യുദ്ധങ്ങളിലും ഡ്രോണുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയാണ് ആൻറ്റി ഡ്രോൺ ടെക്നോളജി, ഡ്രോണിനെ നശിപ്പിക്കാനുള്ള ടെക്നോളജി. നമ്മുടെയൊക്കെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ചെന്നൈയിലുള്ള BBBS സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതൊരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇവർ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്നും ഓൾറെഡി 200 കോടി രൂപയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ പേരാണ് വജ്ര സെന്റിനൽ ആൻറ്റി ഡ്രോൺ സിസ്റ്റം. ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ, ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിമാനപൂർവ്വം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി അപേക്ഷിക്കുന്നു. വജ്ര സെന്റിനൽ എന്ന് പറയുന്ന 2 തരം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സോഫ്റ്റ് കിൽ ടെക്നോളജി, മൃദുവായിട്ട് കൊല്ലുക. പിന്നൊന്ന് ഹാർഡ് കിൽ ടെക്നോളജി, ഹാർഡായിട്ട് തന്നെ കൊല്ലുക. അപ്പോൾ സോഫ്റ്റ് കിൽ ടെക്നോളജിയിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജാമിങ് സിഗ്നൽസ് ഉപയോഗിച്ച് ഈ ശത്രുവിൻ്റെ ഡ്രോണും അതിൻ്റെ ഓപ്പറേറ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്കിനെ ഡിസ്റപ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഡ്രോണിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അത് അവിടെ തന്നെ ലാൻഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബേസിലേക്ക് റിട്ടേൺ ചെയ്യുക. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെ ജാം ചെയ്ത് കഴിഞ്ഞ് ഈ ഡ്രോണ് ഒരു അന്തവും കുന്തവും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടന്ന് കറങ്ങുമ്പോൾ ആണ് നമ്മൾ ഹാർഡ് കിൽ ടെക്നോളജി ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? നമ്മൾ ഇൻ്റർസെപ്റ്റർ ഡ്രോണുകളെ ഇതിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് ഇതിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് വരുന്ന ഡ്രോണുകൾക്കെതിരെയും അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൂട്ടമായിട്ട് വരുന്ന ഡ്രോണുകൾക്കെതിരെയും ഒരേപോലെ ഫലപ്രദമാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ചും വളരെ പ്രധാനമാണ്. ഇതിന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡ്രോണുകളെ സ്പോട്ട് ചെയ്യാനും 5 മുതൽ 6 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ ഇതിനെ നശിപ്പിക്കാനും വജ്ര സെന്റിനലിന് ഈസി ആയിട്ട് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ വിഷനും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് സെൻസർ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? വരുന്ന ഡ്രോണുകളുടെ കൃത്യമായ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, അതിൻ്റെ കൃത്യമായ ക്ലാസിഫിക്കേഷൻ, അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുക, ഇതെല്ലാം ഇതിന് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് മാട്രിക്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും നല്ല റെസ്പോൺസ് സെലക്ട് ചെയ്തിട്ട് റിയാക്ഷൻ ടൈം ഏറ്റവും അധികം കുറച്ചുകൊണ്ട് ആക്ഷൻ എടുക്കും. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പാസീവ് റേഡിയോ ഫ്രീക്വൻസിയിലാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഫ്രീക്വൻസി അങ്ങോട്ട് അയച്ച് ആ ഫ്രീക്വൻസി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് 2 കുഴപ്പമുണ്ട്. ഒന്ന്, സമയം കൂടുതലെടുക്കും. രണ്ടാമത്, ഈ പറയുന്ന ശത്രു ഡ്രോണിന് അതിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ, അതിനെ ആരോ സ്കെച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാസീവ് റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്നതോ അതിൽ നിന്ന് പുറപ്പെടുന്നതോ ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി അതുപയോഗിച്ചിട്ട് ഫോൾസ് സെൻസിങ്ങിൻ്റെ സാധ്യതകൾ മിനിമൈസ് ചെയ്ത് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് ഈ വജ്ര സെന്റിനലിൻ്റെ ടെസ്റ്റിംഗ് ഫേസിലുള്ള വീഡിയോ ആണ്. പക്ഷേ ഇപ്പോൾ ഇതിലും വലുതും കൊണ്ട് അവർ നമ്മളെ സർപ്രൈസ് ചെയ്തിരിക്കുകയാണ്. വജ്ര സ്ട്രൈക്ക്, ഇതാണ് ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. അതിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റഡ് എനർജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തമ്മിൽ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ട്രഡീഷണൽ അമ്യൂണേഷനെ ആശ്രയിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ, വജ്ര സെന്റിനലിൽ കണ്ട പോലെ ഇവിടുന്ന് ഒരു ഡ്രോൺ പുറപ്പെട്ടു പോയി അതിനെ വെടിവെച്ച് താഴെയിടുക, അത്രയും സമയമൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ ഡയറക്റ്റഡ് എനർജി കൊണ്ട് അതിനെ നേരിട്ട് തന്നെ എത്രയും പെട്ടെന്ന് വെടിവെച്ച് താഴെയിടുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കോൺസെൻട്രേറ്റഡ് എനർജി ബീംസിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ലേസർ ബീംസിനെയോ അല്ലെ മൈക്രോവേവ് ബീംസിനെയോ അങ്ങനെയുള്ള കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എനർജി ബീംസ് ഉപയോഗിച്ചിട്ടാണ്, അതിനെയാണ് ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രോണിനെ വെടിവെച്ചിടുന്നത്. അപ്പോൾ ഇതെല്ലാം സാധ്യമാക്കാനായിട്ട് ഇതിനകത്തുള്ള ഇൻ്റഗ്രേറ്റഡ് സെൻസേഴ്സിൻ്റെ ഒരു ഫ്യൂഷൻ, കമ്പ്യൂട്ടർ വിഷൻ അൽഗോരിതം, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത് ഈ കംപ്ലീറ്റ് എൻവയൺമെൻറ്റിനെ സ്കാൻ ചെയ്ത് എന്തെങ്കിലും ഏരിയൽ ത്രെട്ട് നമുക്ക് നേരെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇതിൽ ഫ്രണ്ടും ഫോയും, ശത്രുവും മിത്രവും ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ശത്രുവിനെ മാത്രം വെടിവെച്ച് താഴെയിടുന്നത്. ഈ ഫ്രണ്ട് ആൻഡ് ഫോ അൽഗോരിതം നമ്മുടെ ഈ യുദ്ധവിമാനങ്ങളിലെല്ലാം പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലത്തെ സിസ്റ്റം തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനെ എളുപ്പത്തിൽ എവിടെ വേണമെങ്കിലും ചുരുട്ടി കെട്ടി കൊണ്ട് നടക്കാം. നമുക്ക് ആവശ്യമുള്ളിടത്ത് പെട്ടെന്ന് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതാണ് അതിൻ്റെ മറ്റൊരു ഗുണം. പിന്നെ ഉപയോഗിക്കാനുള്ള സിംപ്ലിസിറ്റി, ആർക്ക് വേണമെങ്കിലും പെട്ടെന്നുള്ള പരിശീലനം കൊണ്ട് തന്നെ ഇത് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള യുദ്ധങ്ങളിൽ ഡ്രോണുകൾ വലിയൊരു പങ്ക് വഹിക്കും. അതുപോലെ തന്നെ വജ്ര സ്ട്രൈക്ക് പോലെയുള്ള ആൻറ്റി ഡ്രോൺ സിസ്റ്റങ്ങളും വലിയൊരു പങ്ക് വഹിക്കുന്നതാണ്.
ഏതായാലും നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് മിഷൻ ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് BBBS ടെക്നോളജീസ്. അതുപോലെയുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു മഹത്തായ രാജ്യത്തിൻ്റെ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.